എടുക്കാണ്ടുന്നത് തിരക്കാന്ന് വെച്ചിട്ടാണ് എടുത്തത്. അല്ല എടുക്കാത്ത ബ്ലോക്ക് ഈ വഴി നമുക്ക് പോകുന്നുണ്ട്. വലിയ മഴയില്ല, നമ്മൾ ചെയ്യുന്നത് ഇടവാ. നമ്മൾ ചില സമയത്ത് പോകുന്ന സമയത്ത് നടക്കൂല. എടുക്കുന്നുണ്ട് ഈ വണ്ടി ആയിരിക്കല്ലാന്ന് സ്യൂട്ടാവലാണ്. എടുക്കുമ്പോൾ ഏകദേശം 13-14 ലക്ഷത്തിനടുക്കെ വരും. ഓഫ് റോഡ് അടിക്കാനെല്ലാം പറ്റും. ഞാനങ്ങനെ ഹെവി ഓഫ് റോഡ് ചെയ്യുന്ന ആളല്ല. ഷോറൂമിൽ 1,58,000 റുപ്യാണ്. ഓ വരാക്ക. പിന്നെ കുറേ ആൾ മെസ്സേജ് അയക്കുന്നുണ്ട് കേട്ടോ ഇൻസ്റ്റയിലെല്ലാം, ഓരോന്നും ചോദിച്ചിട്ടെല്ലാം. അല്ലാതെ സബ്സ്ക്രൈബ് ചെയ്യുക, അത് നമുക്കൊരു മോട്ടിവേഷനാണ് ഇന്നും കൂടുതൽ ചെയ്യാൻ. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. പിന്നെ വൈകുന്നേരം ആകുമ്പം ജസ്റ്റ് ഒരു റൈഡ് ഇറങ്ങാമെന്ന് വെച്ചു. ഇപ്പോൾ നല്ലൊരു സ്പോട്ട് ഉണ്ടെന്ന് പറഞ്ഞാൽ നമ്മളെ എവിടെ സ്ഥലം പറയാം, നമ്മളെ CRPF ഇല്ലേ പെരിങ്ങോം ആ സൈഡ്, അവിടെ എത്തുന്ന ഇവിടെ അരവഞ്ചാല് നല്ലൊരു സ്പോട്ടുണ്ട്, നല്ല വൈബാണ് വെച്ചിട്ട് അവിടെ പോകാമെന്ന് വെച്ചു. ഞാൻ പോയിട്ട് കാണിച്ചു തരാം ഞങ്ങൾക്ക്. ഞാൻ ഇങ്ങനെ ചെറിയ സ്ഥലത്ത് പോകുന്ന വെച്ചാൽ നിങ്ങൾക്കും കൂടി പയ്യന്നൂർ കണ്ണൂർ എല്ലാവർക്കെല്ലാം ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ ഒരു പോയിൻറ്റും കൂടി ആയിക്കോട്ട് വെച്ചിട്ടാണ്. ചിലവർ പോയതായിരിക്കും, ചിലവർ പോകാത്തവരുണ്ടാവും. അവർക്ക് വേണ്ടിയിട്ട് സിറ്റിയിൽ എടുക്കാണ്ടുന്നത് തിരക്കാന്ന് വെച്ചിട്ടാണ് എടുത്തത്. അല്ല എടുക്കാത്ത ബ്ലോക്കും. എനിവേ ലെറ്റ്സ് സീ. ആ ബാക്ക് വഴി വരുമ്പോൾ ഭയങ്കരമായിട്ട് കഞ്ചഷൻ. അതേപോലെ കുറച്ച് ഫ്രീ ആയിട്ട് ഹൈവേയിൽ കയറിയിട്ട് വ്ളോഗ് ചെയ്യാന്ന് വെച്ചാൽ. ഇവിടെയും തിരക്കന്നെ, എല്ലാ സൈഡിലും തിരക്കന്നെ. മഴ പെയ്യുന്നുണ്ട് ലൈറ്റായിട്ട്. ഓ അങ്ങോട്ടാകുമ്പോൾ കുറച്ച് ഫ്രീ ആയി. ഇത് നമ്മൾ പെരിങ്ങോം പാടിച്ചാല അങ്ങോട്ടേക്ക് പോകുന്ന വഴിയാണ്, കാങ്കോൽ. ഈ വഴി നമുക്ക് പോകുന്നുണ്ട്. എന്താ വലിയ മഴയില്ല, നമ്മൾ ചെയ്യുന്നത് ഇടവാ. മഴയുണ്ടാവും. ഇപ്പം എങ്ങോട്ട് പോകുന്നുണ്ട്? മഴ കാരണം പ്ലാൻ ആദ്യം മാറി. അത് നമുക്ക് നാളെ പോകാമെന്ന് വെച്ചു. നാളെ അതിൻ്റെ വ്ളോഗായിട്ടിടാം. ഇങ്ങനെയാണ് നമ്മൾ ചില സമയത്ത് പോകുന്ന സമയത്ത് നടക്കൂല. പിന്നെ അങ്ങോട്ടേക്ക് നല്ല മഴയായിരിക്കും. നാളെ വെയിലോട്ടുണ്ടെങ്കിൽ അങ്ങനെ ഇറങ്ങാമെന്ന് വെച്ചേക്കുന്നത്. അയ്യോ, ഇപ്പോൾ നമ്മൾ ലൈറ്റായിട്ട് പോയിട്ട് ഒരു ചായ ഓടിച്ചിട്ട് വരാമെന്ന് വെച്ചേക്കണം. നമ്മളിങ്ങോട്ട് പയ്യന്നൂർ സൈഡത്തെ ഇത് കുറവാണ്, മഴ കുറവാണ്. ബാക്കി പയ്യന്നൂർ നേടുന്ന എങ്ങോട്ട് പോയാലും മഴയാണ്. അതാ വേറെ കോമഡി. കുറേ ചോദിക്കുന്നുണ്ട് ഈ വണ്ടി ആയിരിക്കല്ലാന്ന് സ്യൂട്ടാവലാണ്. ഈ വണ്ടി എടുക്കുന്നുണ്ട്. എൻ്റെ മെയിൻ ഉദ്ദേശം ഉണ്ടായത് നല്ല ടോർക്കിയാണ് വണ്ടി. അതായത് എനിക്ക് 6th മെല്ലെ 36-35 സ്പീഡിൽ പോകാൻ പറ്റണം, നോക്കിങ് വരാൻ പാടില്ല. അപ്പോൾ ഇന്ന ഇല്ല ഉദ്ദേശം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സൗണ്ട്, അത്യാവശ്യം സൗണ്ട് വേണം. പിന്നെ എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ഇൻലൈൻ 3 തന്നെയാണ്. ട്രയംഫ് പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല അഡ്വഞ്ചർ ടൈപ്പിലല്ല എൻ്റെ അറിവില്ല. അതുകൊണ്ടൊക്കെയാണ്. പിന്നെ എന്താ പറയുക, പിന്നെ കംഫർട്ടാണ്, ലോങ് അടിക്കാൻ സുഖമാണ്. ബാക്കിൽ പില്ലെണ്ണയും കംഫർട്ടബിൾ ആയിരിക്കണം. കാരണം ഇപ്പോൾ ഫ്യൂച്ചറിൽ ഒരു കല്യാണം കഴിയുമ്പം എൻ്റെ പില്ലെണ്ണയും എൻ്റെ വൈഫിനെയും ബാക്കിൽ നിന്ന് കറക്റ്റായിട്ട് പോകാൻ പറ്റണം, കംഫർട്ടായിട്ട്. അതുകൊണ്ടാണ് ഈ ഒരു വണ്ടി ചൂസ് ചെയ്തത്. പിന്നെ ഇത് പണ്ടേ ഉള്ളൊരു ഡ്രീമായിരുന്നു, ടൈഗർ 800 എന്നല്ല. അതുകൊണ്ട് ഞാൻ പിന്നെ ഇതങ്ങ് എടുത്തു. മെയിൻ കാര്യങ്ങൾ നോക്കേണ്ടത്, ഞാൻ നോക്കിയത് വണ്ടി എടുക്കുമ്പോൾ, ബൈക്ക് എടുക്കുമ്പോൾ, കാരണം ഇതിന് മുന്നേ ഞാൻ ഡ്യൂക്ക് 390 ഉപയോഗിച്ചത്. അപ്പോൾ അതിൽ കംഫർട്ട് കുറവാണ്, പവറുണ്ട്. പിന്നെ എൻ്റെ പ്രയോറിറ്റി എന്ന് വെച്ചാൽ പവർ വേണം, കംഫർട്ട് വേണം, അത്യാവശ്യം സൗണ്ട് വേണം. അതിപ്പോൾ എല്ലാം കൂടി നോക്കുമ്പോൾ ഇത്, പിന്നെ ഇരിക്കാൻ വേണ്ടി നല്ല സുഖം ഉണ്ടാവണം, കംഫർട്ടായിരിക്കണം. അപ്പോൾ എല്ലാം കൂടി നോക്കുമ്പം ഇതൊരു ഓപ്ഷൻ ഇല്ലോ. അപ്പോൾ ഞാൻ പിന്നെ ഇതന്നെ എടുക്കാമെന്ന് വിചാരിച്ചു, സെക്കൻഡ് ഹാൻഡ്. പിന്നെ സെക്കൻഡ് ഹാൻഡ് ബഡ്ജറ്റിൽ അത്യാവശ്യം പിന്നെ കുറേ നോക്കണം കേട്ടോ. എൻ്റെ ഇത് ഞാനിപ്പോൾ സെക്കൻഡ് ഓണറായി വണ്ടീൻ്റെ. ഞാനിത് ഡയറക്റ്റ് കമ്പനിയിൽ നിന്ന് എടുത്തൊന്നുമല്ല. കമ്പനിയിൽ നിന്ന് എടുക്കുമ്പോൾ ഏകദേശം 13-14 ലക്ഷത്തിനടുക്കെ വരും.
പിന്നെ ആ സമയത്ത് ഞാൻ എടുക്കുന്ന സമയത്ത് ഇത് ഡിസ്കണ്ടിന്യൂ ചെയ്ത്. പിന്നെ ഞാൻ നോക്കി കുറേ തപ്പി, അപ്പം അങ്ങനെ കിട്ടി. അങ്ങനെ കൊണ്ട് പോയിട്ട് എടുത്തു. ഗൈസ് പിന്നെ എന്താ പറയാമെന്ന് വെച്ചാൽ, ഈ വണ്ടി എടുക്കുമ്പോൾ അത്യാവശ്യം ഹൈറ്റ് വേണം. പിന്നെ കുറേയൊക്കെ കൺട്രോൾ ചെയ്യാൻ പറ്റും, ഹൈറ്റ് ഇല്ലെങ്കിലും വണ്ടിയെല്ലാം കൺട്രോൾ ചെയ്യുന്നവരുണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞൊന്നേ ഇല്ല, ലൈക്ക് കുറച്ച് ഹൈറ്റ് ഉണ്ടെങ്കിൽ കുറച്ചും കൂടെ അഡ്വാൻറ്റേജ് ആണ്. അല്ലാണ്ട് കൺട്രോൾ ചെയ്യാൻ പറ്റും, വൺ സൈഡിൽ കാല് ടച്ച് ചെയ്തിട്ടെല്ലാം. പിന്നെന്താ, പിന്നെ ഓഫ് റോഡ് അടിക്കാൻ പറ്റുമെന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. ഓഫ് റോഡ് അടിക്കാനെല്ലാം പറ്റും. ഞാനങ്ങനെ ഹെവി ഓഫ് റോഡ് ചെയ്യുന്ന ആളല്ല. അതിന് ഈ വണ്ടി വെച്ച് പോയിട്ടുണ്ടെങ്കിൽ വെറുതെ ഒന്ന് വീണിട്ടുണ്ടെങ്കിൽ തന്നെ ഇതിൻ്റെ കറക്റ്റ് ടാങ്കിനായിരിക്കും പണി കിട്ടില്ല, അല്ലെങ്കിൽ ഹാൻഡിൽ ബാർ. അത് കുറച്ച് സീനാണ്. കാരണം ഇതിൻ്റെ ടാങ്കിന് ഫാൻറ്റം ബ്ലാക്ക്, ഈ ടാങ്കിന് ഞാൻ വെറുതെ റേറ്റ് ചോദിച്ചിട്ടുണ്ടായിനെ ഷോറൂമിൽ 1,58,000, 1,58,000 റുപ്യാണ്. അതുകൊണ്ട് അങ്ങനെ വലിയ റിസ്കിലേക്ക് പോകാൻ താല്പര്യമില്ല. പിന്നെ ഇൻഷുറൻസ് ക്ലെയിം ചെയ്യാൻ പറ്റും, പക്ഷേ എന്നാലും നമ്മൾ വേണമെന്ന് വെച്ചിട്ട് ഒരു പണിക്ക് പോകില്ലല്ലോ. ചെറുതൊക്കെ ഓക്കെ, മട്ടിൽ കളിക്കാനും പിന്നെ അതൊക്കെ വീണിട്ടുണ്ടെങ്കിൽ പിന്നെയും വലിയ സീൻ ഉണ്ടാവില്ല. ഈ ഓഫ് റോഡ് നമ്മൾ കല്ലിന് മേലെ കയറി വീണിട്ടുണ്ടെങ്കിൽ പണിയാണ്. പൈസ ഇല്ലായിരിക്കും, കുഴപ്പമില്ല. പിന്നെ കയറ്റി കൊണ്ടുപോകാൻ പറ്റുമോ ചോദിച്ചാൽ കയറ്റി കൊണ്ടുപോകാൻ പറ്റും. കുറച്ച് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുണ്ടെങ്കിൽ വണ്ടിയെ കയറ്റി കൊണ്ടുപോകാൻ പറ്റും. പക്ഷേ ഇൻ കേസ് ഒന്ന് പാടിയിട്ടുണ്ടെങ്കിൽ ഞാൻ വന്നിട്ടും. പിന്നെ മെയിൻ കാര്യം ഇതിൻ്റെ വിസിലിംഗ് സൗണ്ട് ഭയങ്കര നൈസാണ്, നല്ല സുഖമായിട്ടിരിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ എയർ എക്സോസ്റ്റും കൂടി ഉണ്ടാകും, പിന്നെ പറയേ വേണ്ട. ഇപ്പം നമ്മളെ നേരത്തെ പ്ലാൻ ക്യാൻസലായി, അങ്ങോട്ടേക്ക് പോകുന്നത്. അതിൻ്റെ പകരം ഇപ്പോൾ ചായ കുടിക്കാൻ വേണ്ടി പോകാമെന്ന് വെച്ചിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും അറിയണമെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിച്ചോ, ഞാൻ ഓരോ വീഡിയോയിലായിട്ട് ഇങ്ങനെ പറയാം. പിന്നെ കുറേ ആൾ ഇതിൻ്റെ ടോപ്പ് ബോക്സിനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട്. ടോപ്പ് ബോക്സ് എല്ലാം കുറച്ച് OEM എടുക്കുന്നതായിരിക്കും നല്ലത്. കാരണം ബാക്കി വേറെ കീ വെച്ച് കൊണ്ടുപോകേണ്ടി വരും. പിന്നെ OEM ആകുമ്പോൾ കുറച്ച് പൈസ ഉണ്ട് നല്ല, പക്ഷേ സെറ്റാണ്. വരാക്ക അവിടെ നിന്ന് കയറി വരുന്നു. ഓക്കെ ഏട്ടാ, ബായ്. പിന്നെ ടോപ്പ് ബോക്സിൽ OEM എടുക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ കുറേ ആൾ മെസ്സേജ് അയക്കുന്നുണ്ട് കേട്ടോ ഇൻസ്റ്റയിലെല്ലാം, ഓരോന്നും ചോദിച്ചിട്ടെല്ലാം. കുറേ ആളെ ഫേവറേറ്റ് വണ്ടിയായത്. അപ്പോൾ അവർക്ക് എടുക്കണമെന്ന് ആഗ്രഹം ഉണ്ടാകുമ്പോൾ അവർ ഓരോന്നും ചോദിക്കും, ഞാനത് പറഞ്ഞു കൊടുക്കലുണ്ട് പറ്റുന്നത്ര. പറ്റുന്ന പോലെ ഹെൽപ്പ് ചെയ്യാം, ദാറ്റ്സ് ഓൾ ബ്രോ. പിന്നെ ഇതിൻ്റെ മേജർ സർവീസ് എന്ന് വെച്ചാൽ 40,000 ഒരു വാൾ ക്ലിയറൻസ് ചെയ്യാനുണ്ട്. അതിപ്പോൾ ഷോറൂമിൽ ചെയ്യുമ്പോൾ ഏകദേശം ഒരു 50 എക്സ്പെക്റ്റഡ് ആണ്, 50,000. പിന്നെ എന്തെങ്കിലും മാറ്റണമെങ്കിലാണ് അതിനെക്കാട്ടും പൈസ കൂടുതൽ, ടൈമിംഗ് ചെയിനോ അങ്ങനത്തെ എന്തെങ്കിലും. കാരണം ഫുള്ള് എൻജിൻ അയച്ച് ഷിമ്മ് മാറ്റിയിട്ട് വണ്ടി ശരിക്കും ഷോറൂമിൽ ചെയ്യുമ്പോൾ ഒരു പുത്തം പോലെ ഉണ്ടാവും വണ്ടി, ഓടിക്കാനുള്ള നല്ല സുഖമായിരിക്കും. പിന്നെ ഓരോന്നിനും പാർട്സിനെല്ലാം നല്ല പൈസയുണ്ട് വണ്ടീൻ്റെ. കാരണം പിന്നെ ചില സമയത്ത് വെയിറ്റ് ചെയ്യേണ്ടി വരും, ചില പാർട്സ് ഒന്നും ഇല്ലെങ്കിലേ. എൻ്റെ ഇതന്നെ ഏകദേശം ടൈമിംഗ് ചെയിന് ഞാൻ 45 ദിവസം വെയിറ്റ് ചെയ്തിന്. ഇപ്പോൾ ഒരു ചായ അടിക്കട്ടെ ഗൈസ്, നമ്മൾ കാപ്പി ചായ വന്നിട്ടായിട്ട്. ഗൈസ് അങ്ങനെ ചായയൊക്കെ കുടിച്ച് ഇറങ്ങി. ജസ്റ്റ് ഒരു ഈവനിങ് റൈഡ് പോലെ പ്ലാൻ ചെയ്തേ, പക്ഷെ അങ്ങോട്ടേക്ക് പോകാൻ പറ്റിയില്ല. പിന്നെ അപ്പം അങ്ങനെ പോകുമ്പോൾ ഞാൻ കാണിച്ചു തരാം സ്ഥലം. പിന്നെ അതിന് വണ്ടീനെ കുറിച്ച് വേറെ എന്തെങ്കിലും അറിയണമെങ്കിൽ പ്ലീസ് ഡു കമൻറ്റ്. പിന്നെ വണ്ടി സ്റ്റോക്ക് ഹാൻഡിൽ ബാറിൽ ഓടിക്കാൻ തീരെ സുഖം ഉണ്ടാവില്ല. ഇപ്പോൾ റേസർ
ഇട്ടാൽ കുറച്ചും കൂടി കംഫർട്ടായിരിക്കും. സ്റ്റോക്കിൽ ഭയങ്കരമായിട്ട് മടുക്കും, കയ്യും വേണം. ഇതാകുമ്പോൾ അത്ര കുഴപ്പമില്ല. റോക്സ് പക്ഷേ ഹാൻഡിൽ ബാർ റേസറിന് നല്ല പൈസ ഉണ്ട് കേട്ടോ. അതൊന്ന് വേറെ തൊട്ടാ കാശ. അയ്യമ്മ, നല്ല സുഖമുണ്ട്. കുറേ നാളായി ഞാൻ വണ്ടി എടുത്തിട്ട്, എവിടെ ഉണ്ടായിട്ട്. ഒരു നൈസ് ഒരു ഈവനിങ് റൈഡ് ആയിരുന്നു. അപ്പോൾ ഈ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും അറിയണമെങ്കിലോ അതെങ്ങനത്തെ കണ്ടന്റ് ചെയ്യേണ്ടതെന്ന് അങ്ങ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെയ്യാം. പിന്നെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. വ്യൂസ് അത്യാവശ്യം കയറുന്നുണ്ട്. ഞാൻ തുടങ്ങി വരുന്ന ഒരാളെന്ന് വെച്ചാൽ ഒരു 400-500 വ്യൂസ് തന്നെ വെച്ചാൽ വലിയ വ്യൂസ് ആണ്. എനിക്ക് ഒരു 100 എത്തുമ്പോൾ തന്നെ ഒരു ഭയങ്കര ഹാപ്പിയാണ്. അത് കുറച്ച് ആൾക്കാർ കാണുന്നുണ്ട്, പക്ഷെ എല്ലാവരും കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ടോ വെച്ചാൽ ഇല്ല. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. അത് നമുക്കൊരു മോട്ടിവേഷനാണ് ഇന്നും കൂടുതൽ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇന്നും നല്ല നല്ല കണ്ടൻറ്റായിട്ട് ഞാൻ വരാം. അപ്പോൾ ഡു കമൻറ്റ്, ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. Until then, bye bye.